Meet the editors. പഴുതടച്ച നീക്കമാണോ അതിർത്തിയിലെന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ ഇന്നിപ്പോ 12 ദിവസങ്ങളാവുന്നു. 22-ാം തീയതിയാണ് അറ്റാക്ക് നടന്നത്. 24-ാം തീയതിയാണ് ബീഹാറിലെ മധുബനിയിൽ വെച്ച് പ്രധാനമന്ത്രി പറയുന്നത് നമ്മൾ തിരഞ്ഞുപിടിച്ചവരെ ആക്രമിക്കും എന്ന് പറയുന്നത്. കോൺഗ്രസ് ഇതിനിടെ ചില വിമർശനങ്ങൾ ഉന്നയിച്ചു. ഒരു സ്ട്രാറ്റജിയില്ലേ, നമുക്ക് എന്തുകൊണ്ടാണ് വൈകുന്നത് എന്നൊക്കെ ചോദിച്ചു. പക്ഷേ പ്രിയങ്ക ഗാന്ധി ഇന്ന് പറഞ്ഞത് ഈ സർക്കാരിൻ്റെ നീക്കത്തിനോടൊപ്പമാണ് എന്ന് തന്നെയാണ്. ഒരുപാട് കൂടിയാലോചനകൾ നടക്കുന്നു, ഒരുപാട് ആയുധ കൈമാറ്റം നടക്കുന്നു. പഴുതടച്ച പ്രതിരോധത്തിലേക്കാണോ നമ്മൾ പോകുന്നത്? പഴുതടച്ച ഒരു അറ്റാക്കിലേക്കാണ് നമ്മൾ നിശ്ചയമായും പോകുന്നതെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. പക്ഷേ ഇപ്പോൾ ഒരു യുദ്ധ സാഹചര്യമില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഒരു യുദ്ധമുണ്ടാകണമെങ്കിൽ ആ യുദ്ധത്തിന് കൃത്യമായൊരു റീസൺ ഉണ്ടാകണം. 26 പേരെ കൊന്നൊരു ഭീകരാക്രമണം ഒരു യുദ്ധത്തിനുള്ള ആഡിക്വേറ്റ് റീസൺ അല്ല. അപ്പോൾ അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 2001 ഇന്ത്യയുടെ പാർലമെൻറ്റ് അറ്റാക്ക് ചെയ്യപ്പെട്ടു അല്ലേ? അന്ന് ഏതാണ്ട് 100 കിലോഗ്രാം RDXുമായിട്ടാണ് പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികൾ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ കോമ്പൗണ്ടിലേക്ക് കടന്നു കയറിയത്. അന്ന് ആ RDX പൊട്ടിത്തെറിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റ് ഉണ്ടാവില്ല, ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വവും ഉണ്ടാവില്ല. നോക്കുമെന്ന് ആലോചിക്കണേ, പ്രധാനമന്ത്രി, രാജ്യത്തിൻ്റെ രക്ഷാമന്ത്രി, ആഭ്യന്തരമന്ത്രി, ഇങ്ങനെ എൻറ്റയർ ക്യാബിനറ്റ് പാർലമെൻറ്റിലുണ്ട്, എൻറ്റയർ പ്രതിപക്ഷം പാർലമെൻറ്റിലുണ്ട്. അങ്ങനെ ഒരു സമയത്ത് പാർലമെൻറ്റ് അറ്റാക്ക് ചെയ്യപ്പെടുകയും പാർലമെൻറ്റ് ഇല്ലാതാവുകയും ചെയ്താൽ പിന്നെ പുറത്ത് രാജ്യത്തിൻ്റെ സർവ്വസൈന്യാധിപനായ പ്രസിഡന്റും 3 സേനാമേധാവികളും മാത്രമേ അവശേഷിക്കുമായിരുന്നുള്ളൂ. അങ്ങനൊരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ എത്തുമായിരുന്നു 2001 ആ അപകടം സംഭവിച്ചിരുന്നുവെങ്കിൽ. എന്നിട്ടുകൂടിയും നമ്മൾ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്തില്ലല്ലോ. 2006 ഇന്ത്യൻ റെയിൽവേയുടെ മഹാരാഷ്ട്രയിലെ സബർബൻ റെയിൽവേകളിൽ ഏതാണ്ട് 6ഓളം തീവണ്ടികളിലല്ലേ പ്രഷർ കുക്കറിൽ ബോംബൂറോളം പേരാ മരിച്ചത്. മുംബൈയിലെ തീവണ്ടികൾ 11 മിനിറ്റിനുള്ളിൽ കൊല്ലപ്പെട്ടു. 11 മിനിറ്റിനെടുത്ത സ്ഫോടനങ്ങളെല്ലാം സംഭവിച്ചത്. നമ്മൾ അടിച്ചിട്ടില്ല, ഒരു യുദ്ധം പിന്നെ പാകിസ്ഥാനുമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. 2008 10ഓളം ആളുകൾ കടൽ കടന്ന് വന്നിട്ട് അജ്മൽ കസബിനെയൊന്നും നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ. ഒരു പ്രോക്സി വാറല്ലേ നടത്തിയത്. നേരെ വന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളല്ലേ, നരിമാൻ പോയിന്റ്, ഗേറ്റ് വേ ഓഫ് താജ്, പിന്നെ ഒബ്രോയ് ട്രൈഡൻറ്റ്, അതുപോലെ തന്നെ വിക്ടോറിയ ടെർമിനസ്, ഈ 4 സ്ഥലങ്ങളിൽ അറ്റാക്ക് ചെയ്തു. എന്നിട്ട് എത്ര പേരാ മരിച്ചത്? 176ഓളം പേരാ മരിച്ചത്. ഞാൻ ആ മുംബൈ അറ്റാക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. 3 ദിവസമാണ് ആ അറ്റാക്ക് നീണ്ടു നിന്നത്. എന്നിട്ടും നമ്മൾ തിരിച്ചടിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? ഭീകരാക്രമണം എന്ന് പറയുന്നത് ഒരിക്കൽ പോലും രണ്ട് രാജ്യങ്ങൾക്കിടയിലെ ഒരു യുദ്ധത്തിൻ്റെ റീസൺ അല്ല. അതേസമയം ഇന്ത്യയുടെ സൈന്യം എപ്പോഴാണ് ഒരു യുദ്ധത്തിന് തയ്യാറായത്? പാകിസ്ഥാനുമായി അടുത്ത കാലത്ത് 1999 അന്ന് എന്താ സംഭവിച്ചത്? പാകിസ്ഥാൻ്റെ ഔദ്യോഗിക സേന കാർഗിൽ കടന്ന് ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് കടക്കുകയും ഇന്ത്യൻ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. പാകിസ്ഥാൻ്റെ ഔദ്യോഗിക സേന അത്തരത്തിലൊരു മുന്നേറ്റം നടത്തിയാൽ ഇന്ത്യയുടെ ഔദ്യോഗിക സേന തിരിച്ചടിക്കും. അങ്ങനെയാണ് രണ്ട് രാജ്യങ്ങൾക്കിടയിൽ യുദ്ധമുണ്ടാകുക. ഇപ്പോൾ ഈ 26 വിലപ്പെട്ട ജീവനുകൾ തന്നെയാണ്. പക്ഷേ ആ 26 പേരുടെ കൊലപാതകം, ഭീകരാക്രമണം എന്ന് പറയുന്നത് ഒരു ആഡിക്വേറ്റ് റീസൺ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ബുദ്ധിപൂർവമായിട്ടും സ്ട്രാറ്റജിക്കലായിട്ടുമാണ് നീങ്ങുന്നത്. 2 പ്രധാനപ്പെട്ട മെഷേഴ്സ് ഇപ്പോൾ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഒന്ന് ഡിപ്ലോമാറ്റിക് മെഷറാണ് അല്ലേ? നമ്മൾ ഈ പാകിസ്ഥാൻ്റെ മിലിറ്ററി അറ്റാഷേഴ്സിനെ മുഴുവൻ തിരിച്ചയച്ചു. അതുപോലെ തന്നെ ഹൈക്കമ്മീഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ തിരിച്ചയച്ചു. നമ്മുടെ ഉദ്യോഗസ്ഥരെ ഇങ്ങോട്ടേക്ക് വിളിച്ചു എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രിയും അടക്കമുള്ള ആളുകൾ ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുമായി ടെലിഫോണിൽ സംസാരിച്ചു. അതേപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ ഫോറത്തിൽ നമ്മൾ ഈ പ്രശ്നം ഉന്നയിച്ചു. ഏറ്റവും ഒടുവിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെഗറ്റ്സ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാവോ? ഞങ്ങൾ ഇന്ത്യക്കൊപ്പമാണെന്നാണ്. വി ആർ വിത്ത് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ഗ്രേറ്റ് പീപ്പിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയുടെ ഒരു പിന്തുണ പോലും നമുക്ക് അന്താരാഷ്ട്രീയമായിട്ട് ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? അവരുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസ് ഇവിടെ നിൽക്കുന്ന ദിവസമാണ് ഈ അറ്റാക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് മാത്രവുമല്ല, പാകിസ്ഥാനോടുള്ള അവരുടെ നിലപാട് മാറിയിട്ടുണ്ട്, അമേരിക്കയുടെ നിലപാട് മാറിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഒരു ടെററിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണെന്ന നിലപാട് അമേരിക്ക എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് കൺട്രി, വി ആർ വിത്ത് ദാറ്റ് ഗ്രേറ്റ് പീപ്പിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ അന്താരാഷ്ട്രമായൊരു പിന്തുണയും സമാഹരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ മെഷർ എന്താ? ഇക്കണോമിക് മെഷറാണ്. എന്തൊക്കെ നമ്മൾ ചെയ്തു? നമ്മൾ വാഗ അതിർത്തി അടച്ചു, മിക്കവാറുമുള്ള ട്രേഡെല്ലാം നിർത്തിവെച്ചു. ഇൻഡസ്ട്രീറ്റി അങ്ങ് അടച്ചില്ലേ? ഇൻഡസ്ട്രീറ്റി വേണ്ടാന്ന് വെച്ചില്ലേ? ഇൻഡസ്ട്രീറ്റി വേണ്ടാന്ന് വെക്കുമ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇന്നിപ്പോൾ വന്നിരിക്കുന്ന വാർത്ത എന്താണ്? ചെനാബ് നദിയിലെ ഷട്ടർ അടച്ചു അല്ലേ? ജലം നദിയിലെ ഷട്ടർ അടയ്ക്കാൻ പോകുന്നു. ആ രീതിയിൽ നമ്മൾ ഇക്കണോമിക് മെഷേഴ്സ് എടുക്കുന്നു. എന്ന് മാത്രമല്ല, IMF പോയി ഇന്ത്യ പറഞ്ഞ എന്താണ്? പാകിസ്ഥാന് കടം കൊടുക്കാൻ പാടില്ല എന്നുള്ള നിലയ്ക്കുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഒരു ടെററിസ്റ്റ് അറ്റാക്കിന് ശേഷം നമ്മൾ ചെയ്തിട്ടുണ്ട്, സ്ട്രാറ്റജിക്കലി ചെയ്തിട്ടുണ്ട്. അപ്പോഴും പാകിസ്ഥാൻ വലിയ പാനിക്കിലല്ലേ? എന്തുകൊണ്ടാണ് പാനിക്കായിരിക്കും? നമ്മളിപ്പോൾ ഓരോ ദിവസത്തെയും ഓരോ നേതാക്കളുടെയും, അവരുടെ രാഷ്ട്രീയ നേതാക്കളല്ല കേട്ടോ, അവരുടെ രാഷ്ട്ര നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകളാണ് എന്തൊക്കെയാണ്? തുടക്കം മുതൽ നോക്കിക്കോളൂ. ഖ്വാജ അസീം പറഞ്ഞ എന്താ? അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ എന്താ പറഞ്ഞത്? ഞങ്ങൾ ഒരു ഓൾ ഔട്ട് വാറിലേക്ക് പോകും, നിങ്ങൾ ഇനി എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾ ഒരു ഓൾ ഔട്ട് വാറിലേക്ക് പോകുമെന്ന് പറയുന്ന ആരാണ്? പാകിസ്ഥാൻ്റെ ഡിഫൻസ്
ഡിഫൻസ് മിനിസ്റ്ററാണ്. തൊട്ട് പിന്നാലെ ഫോറിൻ മിനിസ്റ്റർ എന്താ പറഞ്ഞത്? ടിറ്റ് ഫോർ ടാറ്റ് എന്നാണ് പറഞ്ഞത്. അടിക്ക് തിരിച്ചടിക്കും എന്നാണ് പറഞ്ഞത്. ഇന്നലെ ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? റഷ്യയിലെ പാകിസ്ഥാൻ അംബാസിഡർ എന്താ പറഞ്ഞിരിക്കുന്നത്? വേണ്ടി വന്നാൽ ഞങ്ങൾ അണ്വായുധം ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞത്. അല്ലേ, ന്യൂക്ലിയർ ആയിട്ടുള്ള വെപ്പൺസ് ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാ പറയുന്നത്? പാകിസ്ഥാന്റെ അംബാസിഡർ ടു റഷ്യയാണ് പറയുന്നത്. ഇതേ പ്രസ്താവനയല്ലേ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവിടുത്തെ റെയിൽവേ മന്ത്രി പറഞ്ഞത്? 138 ബാലിസ്റ്റിക് മിസൈലുകൾ ഞങ്ങൾ രാജ്യത്ത് ഈ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ തിരിച്ചു വെച്ചിരിക്കുകയാണ്, ഏത് നിമിഷവും ഞങ്ങൾ അറ്റാക്ക് ചെയ്യും എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ വലിയ പാനിക്കിലാണ് ഈ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ. എന്താ സംശയം എന്ന് മാത്രവുമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പാകിസ്ഥാൻ ശ്രദ്ധിക്കുന്നത്, പാകിസ്ഥാൻ വിചാരിക്കുന്നത് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിനെ ഇന്ത്യ അറ്റാക്ക് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ രണ്ട് സ്ഥലത്തും വലിയ സൈനിക അഭ്യാസങ്ങൾ നടക്കുന്നുണ്ട്, ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിനെയാണ് ആക്രമിക്കുക എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വലിയ തയ്യാറെടുപ്പുകളാണ് കേട്ടോ POKയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. POKയുടെ പ്രധാനമന്ത്രിയുണ്ട് ചൗധരി അൻവർ ഉൽ ഹക്ക്. ചൗധരി അൻവർ ഉൽ ഹക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? പാകിസ്ഥാൻ്റെ ഒരു പ്രധാനമന്ത്രിയുണ്ട്, കൂടാതെ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിന് ഒരു പ്രധാനമന്ത്രിയുണ്ട്. അങ്ങനെയൊക്കെയാണ് ആ രാജ്യത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. ആ POKയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ 100 കോടി രൂപ മാറ്റി വെച്ചിരിക്കുന്നു എന്ന്. എന്തിനാ? ഫുഡ്, ഭക്ഷണം, അതേപോലെ തന്നെ മെഡിസിൻ, മറ്റ് അത്യാവശ്യ സാധനങ്ങളൊക്കെ സമാഹരിക്കുന്നതിന് വേണ്ടി 100 കോടി രൂപ ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നു എന്ന് മാത്രവുമല്ല, LOC ഉണ്ടല്ലോ, നമ്മുടെ ഈ ലൈൻ ഓഫ് കൺട്രോളിൻ്റെ അടുത്തുള്ള എല്ലാ സ്കൂളുകളും ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എല്ലാ സ്കൂളുകളും ക്ലോസ് ചെയ്തിട്ട് ഈ സ്കൂൾ ഗ്രൗണ്ടുകളെല്ലാം അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ട്രെയിനിങ് ക്യാമ്പാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെ ആളുകൾക്ക് പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇൻക്ലൂഡിങ് സ്കൂൾ ചിൽഡ്രൻ കേട്ടോ. കുട്ടികൾക്കടക്കം പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് ഫയർ എക്സ്റ്റിംഗ്വിഷർ എങ്ങനെ ഉപയോഗിക്കണം, ഇമ്മീഡിയറ്റ് ആയിട്ട് ഫസ്റ്റ് എയ്ഡ് എങ്ങനെ കൊടുക്കണം, സ്ട്രെച്ചറിൽ ആളുകളെ എങ്ങനെ എടുത്തുകൊണ്ട് പോകണം. ഇതൊക്കെ സാറ്റലൈറ്റ് പിക്ചേഴ്സ് എടുത്തുകൊണ്ട് AFP അടക്കമുള്ള അന്താരാഷ്ട്ര ന്യൂസ് ഏജൻസികൾ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തയാണ്. വലിയ മുൻകരുതലുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ ഭയാശങ്കയിലാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നതും പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ എസ്പെഷ്യലി. കാരണം വളരെ പെട്ടെന്ന് ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് പാകിസ്ഥാനെയാണ് എന്നവർ കരുതുന്നു. എന്തുകൊണ്ട് മാത്രമല്ല, മദ്രസകളെല്ലാം അടച്ചുപൂട്ടുന്നു. മദ്രസകളൊക്കെ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു വലിയ വാർ ലൈക്ക് സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നു എന്നും ആ വാർ ലൈക്ക് സിറ്റുവേഷനിൽ എപ്പോൾ വേണമെങ്കിലും ഇന്ത്യ തിരിച്ചടിക്കാമെന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? ഇന്ത്യ എന്തുകൊണ്ടാണ് ഒരു മിലിറ്ററി അറ്റാക്കിന് തയ്യാറാകാത്തത്? വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി ഇന്ത്യ സൂക്ഷ്മമായി ആസൂത്രണം ചെയ്യുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്താണെന്നറിയോ പ്രധാനമന്ത്രി പറഞ്ഞത്? തിരഞ്ഞെടുത്ത് തന്നെ ഞങ്ങൾ ഈ ടെററിസ്റ്റുകളെ അറ്റാക്ക് ചെയ്യും എന്നാണ് പറഞ്ഞത്. തിരഞ്ഞെടുത്ത് ഞങ്ങൾ ഈ ഭീകരവാദികളെ അറ്റാക്ക് ചെയ്യുമെന്ന് മാത്രമല്ല, എൻഡ് ഓഫ് ദി എർത്ത് എന്നാണല്ലോ പറഞ്ഞത്. ഭൂമിയുടെ ഏത് അറ്റം വരെ പോയാലും അവിടെ വരെ പോയി ഞങ്ങൾ ടെററിസ്റ്റുകളെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞത്. പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുന്നതല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്, ടെററിസ്റ്റുകളെ അറ്റാക്ക് ചെയ്യുന്നതാണ്. അതിനൊരു മുൻമാതൃകയുണ്ട്. ആ മുൻമാതൃകയാണ് ഇന്ത്യ നടപ്പാക്കാൻ പോകുന്നതെന്നാണ് ഞാൻ വിലയിരുത്തൽ. അതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. എന്താണെന്നറിയാവോ? 2011 മെയ് 2 ഒരു സംഭവം ഉണ്ടായി. അത് അമേരിക്കയാണ് ആ മുൻമാതൃക ഉണ്ടാക്കിയത്. 2011 മെയ് 2 അമേരിക്ക പാകിസ്ഥാനിലെ അബാട്ടാബാദ് അറ്റാക്ക് ചെയ്തു. എന്താണ് ആ അബാട്ടാബാദിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ബിൻ ലാഡൻ അവിടെയാണ് അഭയം തേടിയത്. പാകിസ്ഥാനാണ് അമേരിക്കയെ അറ്റാക്ക് ചെയ്ത ബിൻ ലാഡൻ അഭയം കൊടുത്തത് പാകിസ്ഥാനാണ്. എന്താണ് അമേരിക്കയുടെ പ്രശ്നം? നമുക്കൊന്നും മറക്കാൻ കഴിയത്തില്ലല്ലോ. 2001 അമേരിക്കയിലെ ടിൻ ടവേഴ്സ്, അല്ലേ, വേൾഡ് ട്രേഡ് സെൻറ്റർ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോണ്യുമെൻ്റാണ് അമേരിക്കയിലെ. 2 കെട്ടിടങ്ങളാണ്, ഉയർന്നു നിൽക്കുന്ന 2 കെട്ടിടങ്ങളിലേക്ക് 2 ഫ്ലൈറ്റുമായി വന്ന് ഇടിച്ചു നിരത്തി 3000 ആളുകളാണ് അവിടെ മരിച്ചത്. 2001 സംഭവമാണ്. 9/11 എന്നാണ് ചരിത്രം അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് ആസൂത്രണം ചെയ്ത ആരാണ്? അഫ്ഗാൻ താലിബാനാണ്. അതിന് നേതൃത്വം കൊടുത്ത ആരാണ്? ഒസാമ ബിൻ ലാഡനാണ്. ഒസാമ ബിൻ ലാഡനെതിരായിട്ട് ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ എന്നൊരു പരിപാടിയാണ് അമേരിക്ക ആസൂത്രണം ചെയ്തത്. ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ. എന്നിട്ട് എന്താ ചെയ്തത്? 2011 മെയ് 2 അഫ്ഗാനിസ്ഥാനിലെ ജലാലാബാദിൽ നിന്ന് ഒരു ട്രൂപ്പ് പുറപ്പെടുന്നു, നേരെ അബോട്ടാബാദിലെത്തുന്നു. 40 മിനിറ്റ് കൊണ്ട് ബിൻ ലാഡൻ്റെ വീട് റെയ്ഡ് ചെയ്യുന്നു, ബിൻ ലാഡനെ കൊല്ലുന്നു. ആ മൃതശരീരവുമായി നേരെ ജലാലാബാദിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ബിൻ ലാഡൻ തന്നെയാണ് കൊല്ലപ്പെട്ടതെന്ന് ഉറപ്പുവരുത്തുന്നു. എന്നിട്ട് 1340 കിലോമീറ്റർ അറേബ്യൻ കടലിലൂടെ സഞ്ചരിച്ചൊരു ദ്വീപിൽ കൊണ്ടുപോയിട്ട് എല്ലാ ഇസ്ലാമിക ആചാരപ്രകാരവും അദ്ദേഹത്തെ അങ്ങ് സംസ്കരിക്കുന്നു. 2011 ലോകം കണ്ടൊരു കാര്യമായത്. നമ്മളാരും പറഞ്ഞിട്ടില്ലല്ലോ അമേരിക്ക പാകിസ്ഥാനെ ആക്രമിച്ചുവെന്ന്. പാകിസ്ഥാൻ അങ്ങനെ ഒരു വാദമില്ലല്ലോ. അമേരിക്ക പാകിസ്ഥാനെ എതിരായിട്ട് യുദ്ധം ചെയ്തുവെന്ന്. അമേരിക്ക അങ്ങനെ ഒരു കാര്യം നടപ്പാക്കുന്നുണ്ട്. സമാനമായ രീതിയിൽ ഇന്ത്യ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ അറ്റാക്ക് നടത്തിയിരിക്കുന്ന ആരാണ്? ഈ പറയുന്ന പഹൽഗാം അറ്റാക്ക് നടത്തിയതായിട്ട് ക്ലെയിം ചെയ്തത് റെസിസ്റ്റൻസ് ഫോഴ്സ് ആണ്, അല്ലേ, TRF എന്ന് പറയുന്ന സംഘടന ആരുടെ സംഘടനയാണ്? ആരുടെ ആമാണ്? ലഷ്കർ-e തൈബയുടെ ആമാണ്. ലഷ്കർ-e തൈബയുടെ സ്ഥാപകൻ ആരാണ്? ഹഫീസ് സെയ്ദാണ്. ഹഫീസ് സെയ്ദിനെ ഉന്നം വെച്ചുകൊണ്ടായിരിക്കും ഇന്ത്യ അതിൻ്റെ സൈനിക നീക്കം നടത്തുക എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഞാൻ പറഞ്ഞു തരാം. എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ടെററിസ്റ്റ് അറ്റാക്ക് നടന്ന ഉടനെ തന്നെ ഇവരൊരു ക്ലെയിം വെച്ചല്ലോ നമ്മുടെ ഈ റെസിസ്റ്റൻസ് ഫോഴ്സ്. എന്നിട്ട് എന്താ സംഭവിച്ചത്? 2ാമത്തെ ദിവസം എന്താ റെസിസ്റ്റൻസ് ഫോഴ്സ് പറഞ്ഞത്? ഞങ്ങളല്ല നടത്തിയെന്ന് പറഞ്ഞു. എന്ന് മാത്രവുമല്ല, ഞങ്ങളുടെ വെബ്സൈറ്റിൽ കയറി ആരോ ഹാക്ക് ചെയ്തിട്ട് ഈ രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കണേ. ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റിൽ
കയറി ഹാക്ക് ചെയ്യുക, എന്നിട്ടൊരു മെയിൽ അയക്കുക. എങ്ങനെ ഈ പറയുന്ന ഞങ്ങളാണ് പിന്നെ ഇത് നടത്തിയെന്ന് എന്ന് പറഞ്ഞിട്ട് റെസിസ്റ്റൻസ് ഫോഴ്സ് എന്തിനാണ് പിൻവാങ്ങിയത്? തൊട്ടു പിന്നാലെ ഖ്വാജ അസീസ് സ്കൈ ന്യൂസിന് കൊടുത്തിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞ എന്താണ്? ഡീഫങ്ക്റ്റ് ആണ് എന്നാണ് പറഞ്ഞത്. ലഷ്കർ എ തായിബ ഈസ് നോട്ട് എക്സിസ്റ്റിംഗ് എന്നാണ് പറഞ്ഞത്. എന്താ പ്രശ്നം? ലഷ്കർ എ തായിബ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനയാണ് എന്ന് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ അങ്ങനെ പ്രഖ്യാപിക്കുക മാത്രമല്ല, ഈ ലഷ്കർ എ തായിബയുടെ സ്ഥാപകനായിട്ടുള്ള ഹഫീസ് സയ്യിദിനെ അന്താരാഷ്ട്ര തീവ്രവാദിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് പാകിസ്ഥാൻ്റെ മണ്ണിൽ നിന്ന് എങ്ങോട്ടും യാത്ര ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇന്റർപോൾ റെഡ് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. എവിടെയെങ്കിലും വെച്ച് പിടിയിലായാൽ അവരിപ്പോൾ തഹാവൂർ റാണയെ നമുക്ക് കൈമാറിയല്ലോ. ന്യൂയോർക്ക് തഹാവൂർ റാണെ ആരാണ്? തഹാവൂർ റാണയാണ് പിന്നെ ഈ പറയുന്ന മുംബൈ അറ്റാക്കിന് ആസൂത്രണം ചെയ്ത ആൾ പാകിസ്ഥാൻ ഒറിജിൻ ഉള്ള ആളാണ്, പാകിസ്ഥാൻ മേജറാണ്. അതെ. അപ്പോൾ അങ്ങനെ ഒരാളെ അമേരിക്ക കൈമാറിയ ഒരു സാഹചര്യം പോലും ഉണ്ട്. അപ്പം ഈ പറയുന്ന പാകിസ്ഥാനിൽ എങ്ങോട്ടും പോകാൻ ഹഫീസ് സയ്യിദിന് കഴിയില്ല. ഹഫീസ് സയ്യിദിനെ കൃത്യമായി പാകിസ്ഥാൻ അവിടെ അഭയം നൽകിയിരിക്കുന്നു. അവിടെ ഹഫീസ് സയ്യിദിന് ഒരു പാർട്ടിയുണ്ട്, PMML എന്നാണ് ആ പാർട്ടിയുടെ പേര്. അവർ ഇലക്ഷനിലൊക്കെ മത്സരിക്കുന്നുണ്ട്, ചെറിയൊരു പാർട്ടിയാണ്. പക്ഷേ അപ്പോൾ പോലും അവർക്കൊരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ഉണ്ട്. ഞാനൊരു കാര്യം പറയാം. 2001 പാർലമെന്റ് അറ്റാക്ക് കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യ ആവശ്യപ്പെട്ടത് എന്താണെന്നറിയോ? പാകിസ്ഥാനോട് ഹാഫിസ് സയ്യിദിനെ കൈമാറണമെന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ പാകിസ്ഥാൻ എന്താ ചെയ്തതെന്നറിയാവോ? ഹാഫിസ് സയ്യിദിനെ പിടിച്ച് ജയിലിലും കിട്ടു. 2 മാസം കഴിഞ്ഞപ്പോൾ പുറത്തു വിട്ടു. 2006 മുംബൈ അറ്റാക്ക് നടന്നു, ക്ഷമിക്കണം, മറ്റേ തീവണ്ടിയിൽ അറ്റാക്ക് നടന്നു. അപ്പോഴും ഇന്ത്യ ആവശ്യപ്പെട്ടു ഹഫീസ് സയ്യിദിനെ നമുക്ക് വിട്ടുകിട്ടണം, ഹഫീസ് സയ്യിദാണ് ഇത് ആസൂത്രണം ചെയ്യുന്നത്. അപ്പോഴും അറസ്റ്റ് ചെയ്തു, ജയിലിലിട്ടു, തിരിച്ചു വിട്ടു. 2008 മുംബൈ അറ്റാക്ക് നടന്നു. അപ്പോഴും ഇന്ത്യ ആവശ്യപ്പെട്ടു ഹഫീസ് സയ്യിദിനെ തരണം, ഞങ്ങളിത് ആവശ്യപ്പെടുന്നു എന്ന് മാത്രമല്ല ഇന്റർനാഷണൽ ഫോറത്തിൽ ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരം നിങ്ങൾക്കറിയാവോ ഹാഫീസ് സയ്യിദിൻ്റെ തലയ്ക്ക് $1 കോടി പ്രഖ്യാപിച്ചു US. അമേരിക്ക പ്രഖ്യാപിച്ചു ഇയാളൊരു ഇന്റർനാഷണൽ ടെററിസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് കൈമാറണം, ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടെത്തുന്നവർക്ക് അല്ലെങ്കിൽ കൊല്ലുന്നവർക്ക് $1 കോടി അമേരിക്ക വാഗ്ദാനം ചെയ്തത് 2008 മുംബൈ അറ്റാക്കിന് ശേഷം. അത്ര വലിയ സമ്മർദ്ദമായിരുന്നു ഇന്ത്യ അമേരിക്ക മുകളിൽ അന്ന് ചെലുത്തിയത്. അമേരിക്ക ഇടപെടണം എന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ആ ഹഫീസ് സയ്യിദിനെ എല്ലായ്പ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരുന്നത് ഈ പാകിസ്ഥാൻ്റെ ഈ പറയുന്ന ഭരണകൂടങ്ങളാണ്. അത് ഏതൊക്കെ ഭരണകൂടം മാറി വന്നിട്ടുണ്ടെങ്കിലും പാകിസ്ഥാനിൽ ഹഫീസ് സയ്യിദ് വളരെ വളരെ എന്താ പറയുക സുരക്ഷിതനായിരുന്നു. ഇപ്പോൾ എന്താ സ്ഥിതി എന്നറിയോ? ഇപ്പോഴും ജയിലിലാണെന്ന് ഇന്റർനാഷണൽ ഫോറത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സാറ്റലൈറ്റ് ഫോട്ടോസ് വന്നിട്ടുണ്ട്, ഇന്റർനാഷണൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. എന്താണ്? ലാഹോറിൽ മൊഹല്ല ജോഹാർ എന്ന് പറഞ്ഞൊരു നഗരത്തിൽ, വളരെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള നഗരമാണ്. ആ മൊഹല്ല ജോഹറിൽ വളരെ സുഖകരമായിട്ട് ഹാഫിസ് സയ്യിദ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. 116E എന്നുള്ള ഒരു ഫ്ലാറ്റിലാണ് അദ്ദേഹം താമസിക്കുന്നത്. എന്ന് മാത്രമല്ല ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ? ഒരു പ്രത്യേക പാർക്ക്, ഒരു മദ്രസ, ഒരു പള്ളി, ആവശ്യത്തിന് വെഹിക്കിൾസ്, ആവശ്യത്തിന് ബോഡി ഗാർഡ്സ്, ഇത്രയും നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, വലിയ രീതിയിൽ ഇന്ത്യ ഇങ്ങനൊരു ആക്ഷൻ പ്ലാൻ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്ന പാകിസ്ഥാൻ വലിയ രീതിയിൽ ഹാഫിസ് സയ്യിദിന് സെക്യൂരിറ്റി കൊടുത്തിരിക്കുകയാണ്. വലിയ രീതിയിലാണ്. എന്ന് പറഞ്ഞാൽ SSG എന്ന് പറയുന്നത് അവരുടെ സ്പെഷ്യൽ സെക്യൂരിറ്റി പിന്നെ ഗാർഡ്സ് ആണ്. SSG കമാൻഡോസ് എന്ന് അവർ പറയാം, നമ്മുടെ SPG കമാൻഡോ പോലെ. ആ SSG ഗാർഡ്സിനെ വരെ അങ്ങോട്ട് വിന്യസിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ്റെ ആംഡ് ഫോഴ്സാണ് ഹഫീസ് സയ്യിദിന് ഇപ്പോൾ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് പ്രധാനമന്ത്രി പറഞ്ഞത്? ഇനി ആ പ്രധാനമന്ത്രിയുടെ സ്പീച്ച് ഒന്ന് പിന്നെ ഡിസക്ട് ചെയ്ത് നോക്കിയേ. കൃത്യമായിട്ട് ആ ടെററിസ്റ്റിനെ തന്നെയാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നതാണ്. ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ടോ? നിങ്ങൾ എന്താ പറഞ്ഞത്? അവസാനം പറഞ്ഞത് നിങ്ങൾ ഒരു തീരുമാനം എടുത്തോളൂ, നിങ്ങളുടെ മോഡ് ഓഫ് ഓപ്പറേഷൻ നിങ്ങൾ തീരുമാനിച്ചോളൂ, നിങ്ങൾ എവിടെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു തീരുമാനിച്ചോളൂ, നിങ്ങൾ നിങ്ങളുടെ സമയവും തീരുമാനിച്ചോളൂ, ആ സമയത്ത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അനുമതി തരും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, കൃത്യമായി ഹഫീസ് സയ്യിദിനെ ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു അറ്റാക്ക് ആയിരിക്കും അവിടെ നടത്താൻ പോകുന്നത്. അത് തന്നെ അങ്ങനെ മാത്രമേ. ലഷ്കർ എ തൈബയാണ് ഇന്ത്യയിൽ നിരന്തരമായി തീവ്രവാദി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെ പിടിച്ചെങ്കിൽ മാത്രമേ ഈ കാര്യം അവസാനിപ്പിക്കാൻ കഴിയൂ എന്ന് കൃത്യമായി ഇന്ത്യക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ആസൂത്രണമാണ് നടക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ഒറ്റ മിനിറ്റ്, അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ഹാഫീസ് സയ്യിദിനെ നേരെ പോയി ഇന്ത്യ അറ്റാക്ക് ചെയ്യുകയും കൊല്ലുകയും ചെയ്താൽ, അമേരിക്ക അബോട്ടാബാദിൽ വന്ന് അറ്റാക്ക് ചെയ്തത് പോലെയൊന്നും പാകിസ്ഥാന് ക്ഷമിക്കാൻ കഴിയില്ല കേട്ടോ. അത് അമേരിക്കയാണ്. ഇന്ത്യ അങ്ങനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ അഭിമാന പ്രശ്നമായി മാറും. മാത്രമല്ല, ഇന്റേണലായ ഒരു കലാപം ഉണ്ടാവും അവിടെ ഈ പറയുന്ന അയാളുടെ പാർട്ടി വെറുതെ ഇരിക്കില്ല, ഇമ്രാൻഖാന്റെ പാർട്ടി വെറുതെ ഇരിക്കില്ല. ഞാൻ ഒറ്റ കാര്യം പറയുന്നു, ആഭ്യന്തര കലാപം ഉണ്ടാകും. ഹഫീസ് സയ്യിദിനെ ഇന്ത്യ അറ്റാക്ക് ചെയ്യുകയും കൊല്ലുകയും ചെയ്താൽ ആഭ്യന്തര കലാപം ഉണ്ടാകുന്ന ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യവുമായി യുദ്ധം ചെയ്യാൻ കഴിയില്ല. ആ ബുദ്ധിയോടുകൂടിയാണ് ഇന്ത്യ എല്ലാത്തിനും തയ്യാറെടുക്കുന്നതെന്നാണ് എന്റെ വിലയിരുത്തൽ. തൃശ്ശൂരേക്ക് പോകാമോ എന്നാണ് ചോദ്യം. പഴുതടച്ച നീക്കം തന്നെയാണ് എന്നതാണ് എൻ്റെ ടേക്ക്. നേരത്തെ പ്രതിപക്ഷം ഉയർത്തിയ ഒരു ആരോപണമുണ്ട്. ആ ആരോപണത്തിന് യഥാർത്ഥത്തിൽ കൃത്യമായ ഒരു പ്ലാൻ കൊണ്ട് മറുപടി നൽകാൻ പോവുകയാണ് കേന്ദ്ര സർക്കാർ. എന്താണ് മല്ലികാർജ്ജുൻ ഖർഗെ ചോദിച്ചത്? ഈ സർക്കാരിന് ഒരു സ്ട്രാറ്റജി ഇല്ലേ? എന്തുകൊണ്ടാണ് ഇത്ര വൈകുന്നത് ഒരു തിരിച്ചടി കൊടുക്കാൻ? ഈ ചോദ്യത്തിനുള്ള മറുപടി വരും ദിവസങ്ങളിൽ ഉണ്ടാവും. ഞാൻ പറയാം, നമ്മളെ ആകെ ഞെട്ടിച്ച ഉറിയിലെ വലിയ ഇന്ത്യൻ ആംഡ് ഫോഴ്സസിൻ്റെ ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണം, അതിനെ തുടർന്ന് ഇന്ത്യ തിരിച്ചടിച്ചത് 10 ദിവസങ്ങൾക്ക് ശേഷമാണ്. ഉറിയിലെ അറ്റാക്ക് ഉണ്ടാവുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ളൊരു അറ്റാക്ക്. ആ അറ്റാക്കിനെ തുടർന്ന് 2016 സെപ്റ്റംബർ 18
നമുക്കവിടെ നിരവധി സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുന്നു. ആരും പ്രതീക്ഷിച്ചില്ല 10 ദിവസത്തിനുള്ളിൽ സെപ്റ്റംബർ 29 പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് പാകിസ്ഥാന്റെ തീവ്രവാദ ക്യാമ്പുകൾ അടിച്ചു തകർത്താണ് ഇന്ത്യ തിരിച്ചു പോരുന്നത്. ആദ്യമൊന്നും പാകിസ്ഥാൻ അംഗീകരിച്ചില്ല. പക്ഷെ പിന്നീട് പാകിസ്ഥാൻ അംഗീകരിച്ചു, ഞങ്ങളുടെ ചില സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 12 മുതൽ 70 വരെ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ വന്ന് റിപ്പോർട്ട് ചെയ്തത്. വ്യത്യസ്ത കണക്കുകളായിരുന്നു. പക്ഷേ അന്ന് നമ്മൾ 10 ദിവസം കൊണ്ടാണ് തിരിച്ചു മറുപടി നൽകിയത്. അതായിരുന്നു 2016. 2019 പുൽവാമയിൽ 41 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട അറ്റാക്ക്. അതിനുശേഷം നമ്മൾ 12 ദിവസം എടുത്തു. ഫെബ്രുവരി 14 2019 പുൽവാമയിൽ നടന്ന അറ്റാക്കിന് നമ്മൾ മറുപടി കൊടുത്തത് 12 ദിവസത്തിനു ശേഷം ഫെബ്രുവരി 26 അന്ന് ബലാക്കോട്ടയിലാണ് നമ്മൾ ആക്രമണം നടത്തിയത്. ബലാക്കോട്ടയിലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഈ ട്രെയിനിങ് സെൻറ്റർ തകർത്തുകൊണ്ടാണ് ഇന്ത്യ കൃത്യമായ മറുപടി നൽകിയത്. ആ മറുപടിയിലും പാകിസ്ഥാൻ ഞെട്ടി. അതിനുശേഷം കഴിഞ്ഞ കുറേ നാളുകളായി അത്തരത്തിലുള്ള പ്രോക്സി വാറിനെ പാകിസ്ഥാൻ ഒളിഞ്ഞും തെളിഞ്ഞും പ്രോത്സാഹിപ്പിക്കുമ്പോഴും ഒരു തിരിച്ചടി അവർ ഭയന്നിരുന്നു. അത്രമേൽ ശക്തമായ കരുത്തോടുകൂടി ഒരു സൈന്യത്തെയാണ് നമ്മൾ കണ്ടത്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ 10-12 ദിവസങ്ങളായിട്ടും തിരിച്ചടിക്കാത്തത് എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ നടത്താൻ പോകുന്നത് ഒരു ന്യൂക്ലിയർ ആയുധങ്ങളുള്ള ഒരു രാജ്യത്തിനോടുള്ള ഒരു മിലിറ്ററി അറ്റാക്കാണ്. നമ്മൾ ആ രാജ്യത്തെയല്ല അറ്റാക്ക് ചെയ്യുന്നത്. ആ രാജ്യം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിൻ്റെ മണ്ണിൽ വിളഞ്ഞുകൊണ്ടിരിക്കുന്ന തീവ്രവാദത്തിൻ്റെ വേരുകൾ അറുക്കുക എന്നുള്ളതാണ്. അത് പ്രിസിഷൻ ടാർജറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റാക്കിന് വേണ്ടിയാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, ഏതെങ്കിലും തരത്തിൽ അത് ഒരു ഓൾ ഔട്ട് വാറിലേക്ക് പോയാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പാകിസ്ഥാൻ്റെ ആർമി ജനറലിനെ, പാകിസ്ഥാൻ ആർമി ജനറൽ, അവിടുത്തെ ISIയുടെ, പാകിസ്ഥാൻ്റെ തീവ്രവാദ ട്രെയിനിങ് സ്ക്വാഡുകളുടെ ലഷ്കർ ഇ തോയ്ബയുമായി അടുത്ത് ബന്ധമുള്ളയാളല്ലേ ഈ അസീം മുനീർ. ആ അസീം മുനീറിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ അതിർത്തി കടന്നു വന്നൊരു അറ്റാക്ക് നടത്തിയ ഒരു ഓൾ ഔട്ട് വാറിലേക്ക്, ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോയാൽ എത്ര നാൾ യുദ്ധം നീണ്ടു നിൽക്കും ആർക്കറിയാം. നിലവിലുള്ള കണക്കുകൾ പ്രകാരം ഞാൻ പറയാം, ലോകത്തെ ഞെട്ടിച്ച എല്ലാ യുദ്ധങ്ങളും വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാമെന്ന് കരുതിയല്ലേ അമേരിക്ക 1955 ഒരു യുദ്ധം തുടങ്ങിയത് വിയറ്റ്നാമിനെതിരെ. ഒരാഴ്ച കൊണ്ട് അടിച്ചിട്ട് വരാം എന്നായിരുന്നു കരുതിയത്. പക്ഷേ വിയറ്റ്നാമിലെ ആ യുദ്ധം എത്ര കാലം നീണ്ടു നിന്നു? 19 വർഷം നീണ്ടു നിന്നു വിയറ്റ്നാമിൽ. ഒടുവിൽ വിയറ്റ്നാമിനെ തകർക്കാൻ കഴിഞ്ഞില്ല. പകരം അമേരിക്കയ്ക്ക് അതിന് വലിയ വില നൽകേണ്ടി വന്നു. നമ്മളിപ്പോഴും കാണുന്നില്ലേ റഷ്യ ഉക്രൈൻ യുദ്ധം 3 വർഷമായി. 2023 തുടങ്ങിയതാണ്. 2 വർഷം കഴിഞ്ഞ് 6-7 മാസങ്ങളാവാൻ പോകുന്നു. ഇസ്രായേൽ പലസ്തീൻ 1 വർഷം കഴിഞ്ഞ് 3-4 മാസമാകാൻ പോകുന്നു. നോക്കൂ, തുടർച്ചയായി ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നതിന് മുൻപ് നമ്മൾ പൂർണ്ണമായി ഹോംവർക്ക് ചെയ്യുക, അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മൾ നടത്താൻ പോകുന്നത് ഒരു സൈനിക നീക്കമാണെങ്കിൽ ആ സൈനിക നീക്കം കരുതലോടുകൂടിയുള്ളതാകണം എന്നുള്ളതാണ് ഇന്ത്യൻ മിലിറ്ററിയുടെ മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യൻ മിലിറ്ററി, ഇന്ത്യൻ സേന ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഓപ്പറേഷൻ ചൈനയുടേത് ഒഴിച്ചു നിർത്തിയാൽ അന്ന് വളരെ പരിമിതമായ സാഹചര്യങ്ങളിലാണ് നമ്മൾ യുദ്ധം ചെയ്യാൻ പോകുന്നത്. ബാക്കി ഒരു മിലിറ്ററി ആക്ഷനിലും ഇന്ത്യ പരാജയപ്പെടാത്തതിൻ്റെ കാരണം ഈ പ്ലാനിംഗ് ആണ്. ശക്തമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഇന്ത്യ പോകുന്നത്. ഇന്ത്യയുടെ ആർമിക്ക് ഒരു ഡിഫൻസ് പോളിസി ഉണ്ട്. എന്താണ് ഡിഫൻസ് പോളിസി? നമ്മൾ ചൈനയ്ക്കെതിരെ സ്വീകരിക്കുന്ന പോളിസി ആയിരിക്കില്ല പാകിസ്ഥാനെതിരെ. ചൈനയ്ക്കെതിരെ നമ്മൾ സ്വീകരിക്കുന്ന എന്താ? നമ്മളതിനെ പറയുന്നത് ഡിസ്വേസീവ് റീസ്ട്രെയിൻസ് എന്നാണ് പറയുക, അല്ലെങ്കിൽ ഡിസ്വേസീവ് ആയിട്ടുള്ള ഒരു പ്രിവെൻറ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് നമ്മൾ എടുക്കുക. ആ സമയത്ത് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്? നമ്മൾ പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള, അവരെ നിരുത്സാഹപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ആർമി ഡിപ്ലോയ്മെൻ്റ് ആയിരിക്കും. പക്ഷേ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ വരുമ്പോഴോ ഒഫൻസീവ് ആയിരിക്കും. നമ്മൾ ആക്രമണോത്സുകമായിട്ടായിരിക്കും പോവുക, പക്ഷേ വ്യക്തമായ പ്ലാനോട് കൂടിയായിരിക്കും പോവുക. ഇവിടെ എന്താണ് പ്ലാൻ? ഇവിടെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ 10 ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യ എന്തൊക്കെ ചെയ്തു? എങ്ങനെയാണ് അന്തർദേശീയ മാധ്യമങ്ങളുടെ തലക്കെട്ടായി മാറിയത്? ഇന്ത്യ ആദ്യം എടുത്ത ഇനിഷ്യേറ്റീവ് എന്താ? നയതന്ത്ര ബന്ധം കട്ട് ചെയ്തുകൊണ്ട് ശക്തമായ മുന്നറിയിപ്പല്ലേ നമ്മൾ നൽകിയത്? നമ്മൾ ഇന്നുവരെ കാണാത്ത രീതിയിൽ, ഒരു യുദ്ധത്തിലും ഇന്നേ വരെ ഇന്ത്യ സ്വീകരിക്കാത്ത രീതിയിലല്ലേ സിന്ധു നദീജല കരാർ നമ്മൾ റദ്ദ് ചെയ്തത്? നമ്മൾ 1971 അത് ചെയ്തോ? 1965 അത് ചെയ്തോ? അപ്പോഴൊന്നും ചെയ്തില്ല. 1999 ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അങ്ങനെ വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ലെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി സിന്ധു നദീജല കരാർ റദ്ദാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ്. അതുകൊണ്ടു പാകിസ്ഥാന് പൊള്ളി. പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ എന്താ പറഞ്ഞത്? പാകിസ്ഥാൻ്റെ റെയിൽവേ മിനിസ്റ്റർ എന്താ പറഞ്ഞത്? ബിലാവൽ ഭൂട്ടോ എന്താണ് പറഞ്ഞത്? വെള്ളം തന്നില്ലെങ്കിൽ ഞങ്ങൾ ചോരപ്പുഴ ഒഴുക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്ത്യയുടെ ഡാമുകൾ, നിർമ്മിക്കാൻ പോകുന്ന ഡാമുകൾ ആക്രമിക്കുമെന്ന് പറഞ്ഞു. റഷ്യയിലെ അംബാസിഡർ പറഞ്ഞു ന്യൂക്ലിയർ ആയുധങ്ങൾ വേണ്ടി വന്നാൽ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. പ്രകോപിപ്പിച്ചത് എന്താ? ഒറ്റ കാര്യമാണ്, ഈ ജലയുദ്ധം ഇന്ത്യ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഇൻഡസിൽ നിന്നും ചീനാബിൽ നിന്നും ജലത്തിൽ നിന്നുമുള്ള ജലത്തിൻ്റെ അളവ് ഇന്ത്യക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്ന ഒരവസ്ഥയുണ്ടാവുന്നു. ഇൻഡസ് വാട്ടർ റിവർ ട്രീറ്റ് റദ്ദ് ചെയ്യുന്നു.
സുപ്രധാനമായ നീക്കമായിരുന്നില്ലേ? ഇത് മിലിറ്ററി ഇതര നീക്കമായിരുന്നില്ലേ? അതിനെ തുടർന്ന് ചൈന പരിഭ്രാന്തിയിലാകുന്നില്ലേ? പഞ്ചാബിലെയും സിന്ധിലെയും കർഷകർ 24% പഞ്ചാബിലെ പോപ്പുലേഷൻ ആശ്രയിച്ചു നിൽക്കുന്നത് ചൈനയുടെ GDP 30% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പഞ്ചാബ് സിന്ധ്യ മേഖലകൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാവില്ലേ? ആ പഞ്ചാബിലെയും സിന്ധിലെയും കർഷകർ പഞ്ചാബിലെ സർക്കാരിനെതിരെ രംഗത്തിറങ്ങിയാൽ ഈ നിലവിൽ തന്നെ ദുർബലമായിരിക്കുന്ന പാകിസ്ഥാനിലെ സർക്കാരിനെ എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തണമെങ്കിൽ ഇന്ത്യ അകമേ നിന്ന് തന്നെ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നമ്പർ 2, നമ്മൾ പലതവണയും പറഞ്ഞതാണ്, ഇന്ത്യയെ എങ്ങനെ ദുർബലമാക്കാനാണ് പാകിസ്ഥാന്റെ അറ്റാക്ക് ശ്രമിച്ചത്? എന്താണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന TRFന്റെ ജോലി? ഇന്ത്യയെ മിലിറ്ററി പോസ്റ്റ് അറ്റാക്ക് ചെയ്യല്ല, ഇന്ത്യൻ ജനതയുടെ ആത്മവിശ്വാസത്തെ തകർത്ത്, നമ്മളുടെ മതേതര സ്വഭാവത്തെ തകർത്ത്, ഇന്ത്യയുടെ ഐക്യത്തെ തകർത്ത് ഹിന്ദുവും മുസൽമാനും പരസ്പരം ചേരിതിരിഞ്ഞ് പോരാടണം. അതിനുവേണ്ടിയാണ് ഹിന്ദുക്കളെ സെലക്ട് ചെയ്തുകൊണ്ടുള്ള ഈ ടാർഗറ്റഡ് ആയിട്ടുള്ള അറ്റാക്ക്. പക്ഷേ ഇന്ത്യയിൽ ആരുടെയും ആദിലും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യയെ ആ വിപത്തിൽ നിന്ന് രക്ഷിച്ചു. ആ അർത്ഥത്തിൽ പറഞ്ഞാൽ പാതി വിജയിച്ച യുദ്ധമാണ് ഇന്ത്യയുടേത്. അതുകൊണ്ടാണ് പ്രതിപക്ഷത്തോട് എനിക്ക് പറയാനുള്ളത്, ഈ 10 ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യ എന്തുകൊണ്ട് തിരിച്ചടിക്കുന്നില്ല എന്ന് ചോദിക്കുന്നവർക്ക് നമ്മുടെ മുമ്പിൽ വിയറ്റ്നാം ഒരു പാഠമാണ്, നമ്മുടെ മുമ്പിൽ റഷ്യ ഉക്രൈൻ ഒരു പാഠമാണ്, നമ്മുടെ മുമ്പിൽ ഇസ്രായേൽ പാലസ്തീൻ ഒരു പാഠമാണ്. എന്തിനേറെ ഉറിയിലെയും ബാലാക്കോട്ടയിലെയും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നമ്മുടെ മുന്നിൽ ഒരു പാഠമാണ്. ആ പാഠത്തിൽ നിന്നാണ് ഇന്ത്യ യഥാർത്ഥത്തിൽ ഈ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. ഞാൻ 100% ഈ സർക്കാരിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, സൈനിക നീക്കം സുസജ്ജമായ രീതിയിലാണ് സംഘടിപ്പിച്ചുകൊണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്ക് പോസ്റ്റ് വന്ന സേനാ വിഭാഗം ഏതാണെന്നറിയാമോ? ഏറ്റവും കൂടുതൽ പ്രകോപനമുണ്ടാക്കിയ, പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ ഭീതിപ്പെടുത്തിയ നീക്കം ഏതു ഭാഗത്തു നിന്നാണ് ഉണ്ടായിരിക്കുന്നത്? അത് ആർമിയും ഇന്ത്യയുടെ എയർഫോഴ്സും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പാകിസ്ഥാൻ ഭയക്കുന്നതാണ് ഇന്ത്യൻ നേവൽ ഫോഴ്സിന്റെ. എന്താ ഇന്ത്യൻ നേവി പറഞ്ഞത്? ഒരു കടലും കീഴടക്കാൻ പറ്റാത്തതായിട്ടില്ല. എന്നിട്ട് ആരുടെ ചിത്രമാണ് പങ്കുവച്ചത്? INS വിക്രാന്തിന്റെയും സൂറത്തിന്റെയും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകൾ. പാകിസ്ഥാൻ ഒരെണ്ണമില്ല, എണ്ണം പറഞ്ഞ അന്തർവാഹിനികൾ. ഈ പറയുന്ന അറേബ്യൻ ഫ്ലീറ്റ് നമ്മൾ ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. ഏതു നിമിഷവും പാകിസ്ഥാൻ ഭയക്കുന്നത് ഈ വിമാനവാഹിനി കപ്പലുകളെയാണ്. INS വിക്രാന്തിൽ നിന്ന് പുറപ്പെടുന്ന വിമാനങ്ങളെയാണ് ഭയപ്പെടുന്നത് പാകിസ്ഥാൻ. കാരണം പാകിസ്ഥാന്റെ മുൻപിൽ പാക് ഒക്കുപൈഡ് കാശ്മീർ പിടിക്കുമോ, അതോ ഇപ്പോൾ തന്നെ വിട്ടുനിൽക്കുന്ന ബലൂചിസ്ഥാൻ പിടിക്കുമോ? പാകിസ്ഥാനെ സംബന്ധിച്ച് മിലിറ്ററിക്ക് ആകെ കൺഫ്യൂസ്ഡ് ആയ സ്റ്റേറ്റ് ആണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇന്ത്യയുടെ കണക്കുകൂട്ടൽ മറ്റൊരു കാര്യത്തിലാണ്. ഇന്നിപ്പോൾ റഷ്യയുടെ കയ്യിൽ നിന്ന് ഇന്ത്യ ഏറ്റവും പുതിയ ഷോർട്ട് റേഞ്ച് മിസൈലുകൾ വാങ്ങിയിട്ടുണ്ട്. എന്താണ് ഇഗ്ലായിസ് മിസൈലിൻ്റെ പ്രത്യേകത? ഇഗ്ലായിസ് മിസൈലിൻ്റെ പ്രത്യേകത വലിയ ദൂരെ നിന്ന് വരുന്ന വലിയ മിസൈലുകളെ തകർക്കുകയല്ല. നിങ്ങൾ അതിർത്തിക്കപ്പുറത്ത് നിന്നും ഡ്രോണുകൾ ഉപയോഗിച്ചോ ഹെലികോപ്റ്റർ ഉപയോഗിച്ചോ പാകിസ്ഥാൻ്റെ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ നടത്തുന്ന ഏത് അറ്റാക്കിനെയും ഒരു ആർമി ജവാന് തൻ്റെ തോളിലുള്ള ഇഗ്ലായിസ് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായി ഏത് അർദ്ധരാത്രിയിലും ഈ ഇൻഫ്രാറെഡിൻ്റെ തെർമൽ ഇമേജിംഗ് പ്രോസസ്സ് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് കൃത്യമായി ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് അതിനുവേണ്ടി അധിക തയ്യാറെടുപ്പ് നടത്തേണ്ട. അതിർത്തിയിലുള്ള ഓരോ ഗ്രാമങ്ങളിലും വിന്യസിച്ചിരിക്കുന്ന നമ്മുടെ ജവാന്മാരുടെ കയ്യിൽ ഇഗ്ലായിസ് മിസൈലുകൾ, ഷോർട്ട് റേഞ്ച് സർഫസ് ടു എയർ മിസൈലുകൾ കൊടുത്താൽ മതി. ഈ നീക്കം ഇപ്പോൾ ഇന്ത്യ നടത്തിയിരിക്കുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന നീക്കമാണ്. റഷ്യയുടെ കയ്യിൽ നിന്നാണ് മിസൈൽ ഇന്ത്യ വാങ്ങിയിരിക്കുന്നത്. നോക്കൂ, ഈ ശക്തമായിട്ടുള്ള പ്രതിരോധ സംവിധാനം ഇന്ത്യ ഒരുക്കുകയാണ്. മറുഭാഗത്തിൻ്റെ വീണ്ടും ഇന്ന് ചിനാബ് നദിയിലെ ഡാമിൽ നിന്ന് വെള്ളം കുറച്ചുകൊണ്ടുള്ള മറ്റൊരു നീക്കം നടത്തുന്നു. ചിനാബ് ഡാമിൽ നിന്നുള്ള വെള്ളം കുറച്ചാൽ ആർക്കാ പ്രശ്നം? പഞ്ചാബ് പ്രവിശ്യക്കാണ് പ്രശ്നം. പഞ്ചാബ് പ്രവിശ്യയിലെ കർഷകർക്ക് പ്രശ്നം വന്നാൽ മറ്റാർക്കാ പ്രശ്നം? അത് സിന്ധിലേക്ക് കൂടി വ്യാപിക്കും. പഞ്ചാബിലെ കർഷകരുടെ പ്രശ്നം പഞ്ചാബിലെ ആഭ്യന്തര വിഷയമായി മാറും. ആഭ്യന്തര വിഷയമായി മാറിയാൽ പാകിസ്ഥാൻ എന്താണോ ഇന്ത്യയെ ഉദ്ദേശിച്ചത്, ഒരു നേഷൻ അറ്റ് എ വാർ, ഒരു നേഷൻ വിത്ത് എ വാർ ഇൻ ഇറ്റ് സെൽഫ്, ആ രാജ്യത്തിനകത്ത് തന്നെ ആഭ്യന്തര യുദ്ധം നേരിടുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറുന്നു എന്നുള്ളതാണ്. ആ നീക്കത്തിന് വേണ്ടിയാണ് ഇന്ത്യ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഭാഗത്ത് സൈനിക നീക്കം വളരെ ശക്തമാക്കുന്നു, ബങ്കറുകൾ ഒഴിപ്പിക്കുന്നു, വളരെ കൃത്യമായി അതിർത്തിയിൽ നിന്നും ജനങ്ങളെ പൂർണ്ണമായിട്ടും സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ച് അവർക്ക് കൃത്യമായ ധാരണ കൊടുക്കുന്നു. മറിച്ച് അപ്പുറത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹഫീസ് സയ്യിദിനെ മാത്രമല്ല, സൈഫുള്ള ഖസൂരി ഇന്ത്യ ലക്ഷ്യമിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭീകരനാണ്. ഈ ഹഫീസ് സയ്യിദിനെ അത്ര പെട്ടെന്ന് പിടികൊടുക്കാൻ കഴിയില്ല. കാര്യം ഹഫീസ് സയ്യിദ് 33 വർഷം പാകിസ്ഥാൻ്റെ ജയിലിലാണ് എന്ന് പറഞ്ഞു പാകിസ്ഥാൻ എല്ലാവിധ പ്രൊട്ടക്ഷനും കൊടുത്ത് ഒരു വലിയ കോട്ടയ്ക്കുള്ളിൽ ഈ പറഞ്ഞതുപോലെ ജനനിബിഡമായൊരു നഗര ചത്തുരത്തിനുള്ളിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അബോട്ടാബാദിലെ പോലെ അത്ര ഈസിയായ ഒരു ഓപ്പറേഷൻ ആയിരിക്കില്ല. പക്ഷേ സൈഫുള്ള ഖസൂരി, അതേപോലെ ഹാഷിം മൂസ, ഇവരെയൊക്കെ പിടിക്കുക എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ടാർഗറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനുള്ള സമയം മാത്രമാണ് ഈ എടുക്കുന്നത്. അതിന് നമ്മൾ ഇത്ര പെട്ടെന്ന് തിരിച്ചടിക്കണം, 2 ദിവസത്തിനുള്ളിൽ തിരിച്ചടിക്കണം എന്ന് പറയുന്നത് ഒട്ടും ഒരു സൈനിക നീക്കത്തെ സംബന്ധിച്ചുള്ള കാര്യമായ ധാരണയില്ലായ്മയിൽ നിന്നുണ്ടാവുന്നതാണ് എന്നാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് ഈ നീക്കം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് 2 ലക്ഷ്യങ്ങളുണ്ടാവാം.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഈ ടെററിസ്റ്റ് ബന്ധം. പാകിസ്ഥാന്റെ തന്നെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് സ്കൈ ന്യൂസിൽ നൽകിയ റിപ്പോർട്ടിങ്ങിലൂടെ സ്കൈ ന്യൂസിൽ നൽകിയ അഭിമുഖത്തിലൂടെ ലോകത്തോട് വെളിപ്പെടുത്തിയതാണ്. ഞങ്ങളാണ് ഈ ഡേർട്ടി കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ദശകങ്ങളായി എന്നവർ തുറന്ന് വെളിപ്പെടുത്തിയതാണ്. അതിന് കൈയോടെ കൃത്യമായ തെളിവ് സഹിതം കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ലഷ്കർ ഇ ത്വയ്ബയുടെ കേന്ദ്രങ്ങൾ ആക്രമിക്കണം, അതിന് റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ പാക് ഒക്കുപൈഡ് കാശ്മീരിലെ ട്രെയിനിങ് സെന്ററുകൾ ആക്രമിക്കണം. അതിനുവേണ്ടിയുള്ള ഓട്ടത്തിലാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? തുർക്കിയിൽ നിന്ന് ആയുധങ്ങൾ മാത്രമല്ല വാങ്ങുന്നത്, ഫുഡ് പാക്കറ്റുകളും വാങ്ങി അവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഏത് നിമിഷം വേണമെങ്കിലും ഒരു അറ്റാക്ക് ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാവാം. പക്ഷേ ഇന്ത്യ ഒരു ഓൾ ഔട്ട് വാറിനൊന്നും പോകുന്നില്ല. ഇന്ത്യ വളരെ കൃത്യമായ കണക്കുകൂട്ടിയുള്ള തിരിച്ചടിയായിരിക്കും കൊടുക്കുക. അത് പാകിസ്ഥാന്റെ മർമ്മത്തായിരിക്കും കൊടുക്കുക. ഇന്ത്യക്ക് ഒറ്റ കാര്യമേ വേണ്ടുള്ളൂ, പാകിസ്ഥാൻ നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യമേ അല്ല ഇന്ത്യ. കാരണം പാകിസ്ഥാൻ നശിച്ചാൽ, പാകിസ്ഥാനിൽ സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഇല്ലെങ്കിൽ, പാകിസ്ഥാന്റെ ആർമിയും പാകിസ്ഥാന്റെ റിലീജിയസ് ഫണ്ടമെന്റലിസ്റ്റുകളും ജിഹാദികളും പാകിസ്ഥാനെ ഇന്ത്യക്കെതിരെയുള്ള എന്നേക്കുമായുള്ള തലവേദനയായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഇന്ത്യ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. വാജ്പേയി അല്ലേ പറഞ്ഞത്, നമുക്ക് അയൽക്കാരനെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരിക്കലും ഒരു അയൽക്കാരനെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല, സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ കഴിയും. അയൽക്കാരനായി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയില്ല. അയൽക്കാരൻ ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യ നേരിടാൻ പോകുന്നത് പാകിസ്ഥാന്റെ മണ്ണിൽ നിന്നുള്ള പ്രോക്സി വാറുകളെയാണ്. ആ പ്രോക്സി വാറിനെ നേരിടാനുള്ള തീവ്രമായ ശ്രമമാണ് ഇത് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സൈനിക നീക്കവും സൈനികേതര നീക്കവും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, നമ്മളിന്ന് ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ്, വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതിലൊന്നാണ് ആഗ്രയിലെ DRDA മധ്യപ്രദേശിലെ ഷിയോർപൂരിൽ ഇന്നൊരു പ്രധാനപ്പെട്ട ലോഞ്ചിങ് നടത്തിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അത് എയർഷിപ്പ് പ്ലാറ്റ്ഫോമിൻ്റെ ലോഞ്ചിങ് ആണ്. എന്താണ് ഈ എയർഷിപ്പ് പ്ലാറ്റ്ഫോമിൻ്റെ ലോഞ്ചിങ്ങിൻ്റെ പ്രത്യേകത? നമ്മൾ ഇസ്രായേലിലെ ഡോമിനെ കുറിച്ച് പറയാറുണ്ട്, എങ്ങനെയാണ് പലസ്തീനിൽ നിന്നുള്ള ഹമാസിൻ്റെ ആക്രമണങ്ങളെ ഇസ്രായേൽ പ്രതിരോധിക്കുന്നതെന്ന്. നമുക്കിന്ന് തദ്ദേശീയമായി വികസിപ്പിച്ചിട്ടുള്ള ഒരു നിരീക്ഷണ സംവിധാനം വരികയാണ്. 19 കിലോമീറ്റർ മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ മേഖലയിൽ നമുക്കൊരു എയർഷിപ്പ് സംവിധാനം വരികയാണ്. അവിടെ നിന്ന് അതിർത്തിയിൽ നിന്ന് വരുന്ന, അതിർത്തിക്കപ്പുറത്തു നിന്ന് വരുന്ന ഏതു നീക്കത്തെയും കൃത്യമായി നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു സർവൈലൻസ് മെക്കാനിസം, ഭൂമിയിൽ നിന്ന് നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഇന്നുണ്ടാവുകയാണ്. അതാണ് എയർഷിപ്പ് പ്രോഗ്രാം. ആ എയർഷിപ്പ് സിസ്റ്റം നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട സൈനിക നേട്ടമായി തന്നെ നമ്മൾ കണക്കാക്കണം. ചുരുക്കത്തിൽ ഇന്ത്യ പാതി വിജയിച്ചിരിക്കുന്ന ഒരു യുദ്ധത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പാകിസ്ഥാന്റെ ലക്ഷ്യത്തെ തന്നെ നമ്മൾ തകർത്തിരിക്കുന്നു. ഇനി ഇതിന് കാരണക്കാരായവരെ അവരുടെ ഇടങ്ങളിൽ പോയി തിരഞ്ഞുപിടിക്കുക എന്നതാണ് വേണ്ടത്. ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയിൽ അതുകൊണ്ട് തന്നെ വിശ്വാസം അർപ്പിക്കുന്നു. പ്രധാനമന്ത്രി പറഞ്ഞ വാചകം എന്താ? ഇപ്പോഴും നമ്മുടെ മുന്നിലില്ലേ? പ്രധാനമന്ത്രി പറഞ്ഞ വാചകം, ഏത് ലോകത്തിൻ്റെ കോണിൽ പോയിരുന്നാലും തിരഞ്ഞു പിടിച്ചു കൊണ്ടുവന്ന് നമ്മൾ ശിക്ഷിച്ചിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീതി നിറവേറ്റിയിരിക്കും എന്ന് പറയുന്ന പ്രധാനമന്ത്രിയിൽ നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് വാക്കുകൾ ഇങ്ങനെയാണ്, മധുബനിയിലെ വാചകം: ടുഡേ ഫ്രം ദ സോയിൽ ഓഫ് ബീഹാർ ഐ സേ ടു ദ ഹോൾ വേൾഡ്, ഇന്ത്യ വിൽ ഐഡന്റിഫൈ, ഇന്ത്യ തിരിച്ചറിയും, ട്രാക്ക് ചെയ്യും, ഞങ്ങൾ പിന്തുടരും, ആൻഡ് പണിഷ്, ശിക്ഷിക്കും, എവറി ടെററിസ്റ്റ് ആൻഡ് ദെയർ ബാക്കേഴ്സ്, ഓരോ തീവ്രവാദിയെയും ആ തീവ്രവാദിയെ പിന്തുണയ്ക്കുന്നവരെയും. വി വിൽ പർസ്യൂ ദം ടു ദ എൻഡ്സ് ഓഫ് ദി എർത്ത്, ഞങ്ങൾ അവരെ ഭൂമിയുടെ ഏതറ്റം വരെയും പിന്തുടർന്ന് പിടിക്കുമെന്ന് പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിൽ, ഉറിയിലും ഈ പറയുന്ന പുൽവാമയിലുമൊക്കെ തിരിച്ചടി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ പഹൽഗാമിലെ വിഷയത്തിലും ഇന്ത്യ പകരം വീട്ടിയിരിക്കും. അതിനുള്ള തയ്യാറെടുപ്പാണ് നടത്തുന്നത്. അതൊരു പൂർണ്ണ യുദ്ധത്തിലെ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. പാകിസ്ഥാന്റെ മണ്ണിൽ എന്നേക്കുമായി ഈ പ്രോക്സി വാർ, ഇന്ത്യക്കെതിരെയുള്ള പ്രോക്സി വാർ അവസാനിപ്പിക്കാനുള്ള ലഷ്കർ ഇ ത്വയ്ബയുടെ കേന്ദ്രങ്ങളും ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രങ്ങളും നോട്ടമിട്ടുകൊണ്ടുള്ള ഒരു അറ്റാക്കിനായിരിക്കും ഒരുപക്ഷെ ശ്രമിക്കുക. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. ഇതുവരെയുള്ള എല്ലാ നീക്കങ്ങളും അതിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഇനി സുജയിലേക്ക് വന്നാൽ, സുജയ, ഈ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അതിർത്തിയിൽ സുസജ്ജമാണ് ഇന്ത്യൻ സേന, സൈനികേതര നീക്കങ്ങളിലും സുസജ്ജമാണ്. തീർച്ചയായും പൂർണ്ണമായും സജ്ജമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ എത്തിയിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം അല്പസമയം മുമ്പ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൽ നിന്ന് വന്നിട്ടുണ്ട്. രാജ്നാഥ് സിംഗ് പറഞ്ഞത്, ജൈസാ ആപ് ചാത്തായെ വൈസാ ഹോക്കർ രഹേഗ, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിൽ സംഭവിക്കും എന്നുള്ളതാണ്. ഇന്ത്യ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ രാജ്യത്ത് 26 വിനോദസഞ്ചാരികളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ, അതൊരു ഭീകരാക്രമണം തന്നെയാണ്. ആ ഭീകരാക്രമണത്തിന് വഴിമരുന്നിട്ട പാകിസ്ഥാനിലെ ഭീകരതയുടെ കേന്ദ്രത്തെ, ഹാഫിസ് സയ്യിദ് അടക്കമുള്ള മുഴുവൻ ഭീകരരെയും ഇല്ലാതാക്കണമെന്നതാണ് ഇന്ത്യ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ആളുകൾ വളരെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ ആശങ്കയോടെയൊക്കെ ഇതേ വിഷയം തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് സംസാരിക്കുന്നത് പാകിസ്ഥാൻ കാണിച്ച നെറുകേടിന് ഇന്ത്യ എന്ത് മറുപടി കൊടുക്കും എന്നതിനെക്കുറിച്ചാണ്. അത് സാധാരണക്കാർക്കിടയിൽ പോലും സംസാര വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ, വിവരങ്ങളെല്ലാം അവർ ആകാംക്ഷയോടെ ഇരുന്ന് കാണുന്നതും. ഇവിടെ ഇപ്പോൾ ഇന്ത്യ ചെയ്തിരിക്കുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് എന്നതാണ്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ
ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള ലൂപ്പ് ഹോൾസ് നമുക്കൊരു സ്ട്രാറ്റജിക് ഓപ്പറേഷൻ ആകുമ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യുക എന്ന പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആദ്യം മുതൽ ഒന്നൊന്നായി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ആ കാര്യങ്ങളെല്ലാം തീർക്കുക എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് പോയത്. ഇവിടെ പാകിസ്ഥാന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് വലിയ തിരിച്ചടിയാണ് നമ്മൾക്ക് നേരെ ഉണ്ടാകാൻ പോകുന്നത്. ആ തിരിച്ചടി എങ്ങനെയായിരിക്കും, എവിടെയായിരിക്കും എന്നത് സംബന്ധിച്ചുള്ള അട്ടർ കൺഫ്യൂഷനിലാണ് പാകിസ്ഥാന് ഏതൊക്കെ തരത്തിൽ അവരുടെ ചാരസംഘടനയെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിൽ അവർ വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ പാകിസ്ഥാന് ഈ വിവരങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എന്താണ് മോദിയൊന്നും പറയാത്തത്, എന്താണ് ഓപ്പറേഷന്റെ ശൈലി എന്ന് പറയാത്തത് എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചോദ്യത്തിനും മറുപടി പറയുന്നില്ല. പക്ഷേ രാജ്നാഥ് സിംഗ് അല്പസമയം മുൻപ് നടത്തിയ പ്രസ്താവന, ദില്ലിയിലെ പ്രസ്താവന, ഞാൻ അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. എന്താണോ ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിലുള്ള ആ തിരിച്ചടി കൊടുത്തിരിക്കുമെന്നുള്ളതാണ് ഉറപ്പ്. ഇവിടെ പാക് സമ്പദ് വ്യവസ്ഥയെ ആകെ ഞെരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതുതന്നെയാണ് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഒരു ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് ബിൽഡപ്പ് ആദ്യം തന്നെ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ നിന്നുള്ള പിന്മാറൽ അത് പൂർണ്ണമായും നടപ്പാക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിനാണ് ഇപ്പോൾ ഡാമുകളിൽ കൊണ്ടുവന്നിരിക്കുന്ന നീക്കമടക്കം. അത് പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നതല്ല. കാരണം ഈ സിന്ധു നദീജല കരാർ നിലനിൽക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ഞങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഉന്നയിക്കുന്നു, ഇക്കാര്യത്തിൽ ഇടപെടണം, മീഡിയേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇറാനെ ഇന്ത്യയുമായുള്ള ചർച്ചകൾക്കായി പാകിസ്ഥാൻ ക്ഷണിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതിനുള്ള നീക്കമായിരിക്കും. ആദ്യം പാകിസ്ഥാനിലേക്ക് വരുന്നു, അതിനുശേഷം ഇങ്ങോട്ടേക്ക് വരുന്നു. പക്ഷേ ആ ചർച്ചയ്ക്കൊന്നും ഇന്ത്യ നിന്ന് കൊടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ ഘട്ടത്തിൽ ഒരു ചർച്ചയ്ക്കുള്ള സ്കോപ്പ് അല്ല ഇന്ത്യ ഇപ്പോൾ കാണുന്നത്. മരുന്ന് വിതരണം നിർത്തിക്കൊണ്ട്, അതുപോലെ തന്നെ കൺസ്യൂമർ ഗുഡ്സ് അത് പൂർണ്ണമായും സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഷിപ്പിംഗ് ഇല്ല, എയർ ലിഫ്റ്റിംഗ് ഇല്ല. അങ്ങനെ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ ഞെരുക്കിക്കഴിഞ്ഞാൽ ഒരു രാജ്യത്തിനും, പാകിസ്ഥാൻ എന്നല്ല ഏത് രാജ്യത്തിനായാലും അതിന്റെ സമ്പദ് വ്യവസ്ഥ ഞെരുങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അനങ്ങാൻ പോലും പറ്റില്ല. ഇപ്പോൾ തുർക്കിയുടെ ഒരു കപ്പൽ വന്ന് വിതരണം ചെയ്യുന്ന ഭക്ഷണ സാധനങ്ങൾ, മരുന്നുകൾ, അത് എത്ര കാലം തുർക്കിക്ക് ചെയ്യാൻ പറ്റും? ഗ്രീസ് തുർക്കിക്കെതിരെ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ തുർക്കി പിന്മാറും. മാത്രമല്ല നാറ്റോ രാജ്യമായ തുർക്കിക്ക് നാറ്റോ തീരുമാനം അനുസരിച്ചുകൊണ്ട് മാത്രമേ ഇക്കാര്യത്തിൽ ഇടപെടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തുർക്കിക്ക് പൂർണ്ണമായും ഞങ്ങൾ പാകിസ്ഥാനൊപ്പമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സഹായിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇവിടെ കമ്പൈൻഡ് ഫോഴ്സസിന് ഓരോ സേനാ മേധാവിമാരെയും വിളിച്ചു നടത്തുന്ന ചർച്ചകൾ അതൊരു ഫ്രീ ഹാൻഡാണ് തന്നിരിക്കുന്നത് എന്നത് ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല സേനാ വിഭാഗങ്ങളാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന സന്ദേശം പാകിസ്ഥാന് ഒന്നിന് പിന്നാലെ ഒന്നായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നടന്ന എയർ ചീഫ് മാർഷലുമായിട്ടുള്ള യോഗവും അതിന്റെ തുടർച്ച തന്നെയാണ്. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു മോഡ് ഓഫ് ഓപ്പറേഷൻ, ടൈം, ടാർഗറ്റ് അതെല്ലാം സൈന്യമായിരിക്കും തീരുമാനിക്കുക എന്നത്. ഇവിടെ ഞാൻ കാണുന്ന സാധ്യത പോസിബിലിറ്റി ഓഫ് ഒക്യുപ്പൈങ് POK തന്നെയാണ്. പാക് ഒക്യുപ്പൈഡ് കശ്മീർ എന്ന് പറയുന്നത് അത് തിരിച്ചു പിടിക്കുന്നതിന് ഇതിലും നല്ല ഒരു അവസരം ഇന്ത്യക്ക് കിട്ടാനില്ല. കാരണം പാകിസ്ഥാൻ യുദ്ധസന്നദ്ധരായി നിൽക്കുകയാണ്. നിങ്ങൾ യുദ്ധം ചെയ്യൂ, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധപ്രഖ്യാപനം നടത്തുന്ന പാകിസ്ഥാന് ഇന്ത്യയുടെ ഭാഗമായി ചേരേണ്ട, ഇന്ത്യൻ മണ്ണിനോട് ചേരേണ്ട കശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടേതാണ്. അത് പാകിസ്ഥാന് ഭാഗമായി ഇരിക്കുന്ന, ഇപ്പോൾ ഉണ്ണിസാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വന്തം പ്രധാനമന്ത്രിയോ എന്തുമായിക്കോട്ടെ, പാക് ഒക്യുപ്പൈഡ് കശ്മീർ തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. അത് ഈ സർക്കാർ ചെയ്യാൻ പോകുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല സമയമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. ഭീകരർ ഇപ്പോൾ പാക് ഒക്യുപ്പൈഡ് കശ്മീരിൽ എത്തിയിട്ടുണ്ട് എന്ന വിവരം കൂടി ഇന്ന് പുറത്തേക്ക് വരികയാണ്. അത് സെലക്റ്റീവ് ലീക്കേജ് ആണ്. ഈ വിവരം പുറത്തേക്ക് വരണം. പാകിസ്ഥാന് കൃത്യമായ സൂചന. അതുകൊണ്ടാണ് പാക് ഒക്യുപ്പൈഡ് കശ്മീരിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിശീലനവും എല്ലാം നടത്തുകയും അതുപോലെ തന്നെ ഒരു ഇവാക്യുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് അതിന് എല്ലാവരെയും സന്നദ്ധരാക്കുന്നത്. എന്തുകൊണ്ടാണ്? ഭീകരർ അവിടേക്കാണ് വന്നിരിക്കുന്നതെങ്കിൽ ശ്രീലങ്കയിലാണ് എന്നുള്ള വിവരം തെറ്റാണെന്ന് പറയുന്നു. അതോടൊപ്പം പാക് ഒക്യുപ്പൈഡ് കശ്മീരിലേക്ക് അവർ എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ അവിടേക്ക് കടന്നിരിക്കുന്നു എന്ന സൂചനകളൊക്കെ പുറത്തേക്ക് വരുന്നത് അത് കൃത്യമായി ലക്ഷ്യം സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് വേണം കാണാൻ. അതോടൊപ്പം തന്നെ അതിർത്തിയിലെ ബങ്കറുകൾ എല്ലായിടങ്ങളിലും ഇപ്പോൾ പൂർണ്ണമായും സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സംശയം തോന്നിയിട്ടുള്ള ആളുകൾ മുഴുവൻ ഇപ്പോൾ NIA-യുടെയും അതുപോലെ തന്നെ സംയുക്ത ഓപ്പറേഷനാണ്. NIA-യും BSF-ഉം CRPF-ഉം ചേർന്ന് നടത്തുന്ന സംയുക്ത ഓപ്പറേഷനിൽ സംശയം തോന്നിയിട്ടുള്ള ആളുകളെ, അതുപോലെ തന്നെ ഇൻഫർമേഷൻ ഗ്യാതറിംഗ് എന്ന് പറയുന്നത് അറ്റ് ഇറ്റ്സ് പീക്കാണ്. ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിലാണ് വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിവരശേഖരണം പൂർത്തിയാക്കി എവിടെയൊക്കെയാണോ ലൂപ്പ് ഹോൾസ് ഉള്ളത് അതെല്ലാം പൂർണ്ണമായും അടച്ചുകൊണ്ട് ആ രീതിയിലുള്ള ഒരു നീക്കമാണ് ഇന്ത്യ നടത്തുന്നത്. അതോടൊപ്പം BLA ബലൂജ് ലിബറേഷൻ ആർമിയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഓപ്പറേഷൻ ഒരു ഭാഗത്ത് സൈമിൾട്ടേനിയസ് ആയി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നീക്കങ്ങൾ ഒരേപോലെ നടത്തിക്കൊണ്ടിരിക്കുക. പാക് ഒക്യുപ്പൈഡ് കശ്മീർ, അതോടൊപ്പം തന്നെ ബലൂചിസ്ഥാൻ. അവിടെ ബലൂചിസ്ഥാൻ യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പാകിസ്ഥാൻ ഭയപ്പെടുകയാണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. 1971 നമുക്കിതിനെ കമ്പയർ ചെയ്യാൻ കഴിയില്ല. അന്ന് 90,000 യുദ്ധ തടവുകാരെയാണ് അങ്ങോട്ട് കൈമാറിയത്, പാകിസ്ഥാന് കൈമാറിയത്. അതുപോലെ ഒന്നും നരേന്ദ്രമോദി ചെയ്യാൻ പോകുന്നില്ല.
പോകുന്നില്ല. ഇവിടെ കൃത്യമായി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് ഡിഫൻസ് ഒന്നും ആയിരിക്കില്ല നരേന്ദ്രമോദി ചെയ്യാൻ പോവുക. അതൊരു അറ്റാക്ക് തന്നെയായിരിക്കും. അതിൽ ഹാഫിസ് സെയ്ദ് മാത്രമാകും ലക്ഷ്യമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം ഹാഫിസ് സെയ്ദിനായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയിരുന്ന കാലത്ത് നിന്ന് കുറേയേറെ മുന്നിലേക്ക് നമ്മളും പാകിസ്ഥാനും വന്നു കഴിഞ്ഞിരിക്കുകയാണ്. പാകിസ്ഥാന്റെ മണ്ണിൽ ഭീകരരുണ്ട്, ഞങ്ങൾ ഭീകരതയ്ക്ക് സ്പോൺസർ ചെയ്യുന്നവരാണ്, ഫണ്ട് ചെയ്യുന്നവരാണ് എന്ന ആ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട വ്യക്തികൾ തന്നെ ലോകത്തോട് തുറന്നു പറയുമ്പോൾ പിന്നെ അതിനെ ഇല്ലാതാക്കുക അത് ഇന്ത്യയുടെ ദൗത്യമാണ്. ഇന്ത്യ ആ ദൗത്യം നിർവഹിച്ചേ മതിയാകൂ. ഇപ്പോൾ കറാച്ചി തുറമുഖത്തിനടുത്ത് പാകിസ്ഥാൻ തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾക്കായി ലക്ഷ്യമിടുന്നത് കറാച്ചി തുറമുഖമാണ്. പക്ഷേ അവിടെ തുർക്കിയുടെ കപ്പലല്ലാതെ മറ്റേതെങ്കിലും രാജ്യത്തിന്റെ കപ്പൽ എടുക്കുമെന്നോ സഹായിക്കുമെന്നോ ഈ ഘട്ടത്തിൽ കരുതാൻ കഴിയുകയില്ല. കാരണം ഇന്ത്യയെ പിണക്കാനൊന്നും മറ്റൊരു രാജ്യവും ഈ ഘട്ടത്തിൽ തയ്യാറാവുകയില്ല. വെടിനിർത്തൽ കരാർ ലംഘനം ഇപ്പോൾ 10 ദിവസമായി പാകിസ്ഥാൻ തുടരുന്നത് പേടിച്ചിട്ടാണ്. വേറൊരു മാർഗവുമില്ലാതെ ഞങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് ലോകത്തെ കാണിക്കാൻ വേണ്ടിയാണ് ഈ വെടിനിർത്തൽ കരാർ ലംഘനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ വിട്ടുപോകരുതാത്ത ഒരു പേരുണ്ട്, അത് അജിത് ദോവലിൻ്റെതാണ്. ഒരു കംപ്ലീറ്റ് സ്ട്രാറ്റജിസ്റ്റ് ആണ് അജിത് ദോവൽ. ഇതിനകം തന്നെ അദ്ദേഹം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകുമെന്നുള്ളതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ അതുകൊണ്ട് വേഴ്സ്റ്റ് കേസ് സെനാരിയോ, അതായത് ഒരു ഓൾ ഔട്ട് വാർ വന്നാൽ പോലും ഇന്ത്യക്കൊന്നും പേടിക്കേണ്ടതില്ല. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ സജ്ജമാക്കിയിരിക്കുകയാണ്. അപ്പോൾ എൻഡ്സ് ഓഫ് ദി എർത്ത് ബിയോണ്ട് ദെയർ ഇമാജിനേഷൻ എന്ന് പറയുന്നത് സംഭവിക്കാൻ പോവുകയാണ്. അതിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു. അവിടെ നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് കൂടുതൽ അപായം സംഭവിക്കാത്ത രീതിയിലുള്ള ഒരു ബിൽഡപ്പിലേക്ക് പൂർണ്ണമായും എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം പീരീഡ് മാത്രമാണത്. അതിൽ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം. 1.4 ബില്യൺ ഇന്ത്യക്കാരും ഒന്നിച്ചു നിൽക്കണം. നമ്മുടെ ശത്രു രാജ്യമായി പാകിസ്ഥാൻ മാറുകയാണെങ്കിൽ ആ രാജ്യത്തെ, ആ ശത്രുതയുണ്ടാക്കുന്ന ഭീകരരെ നേരിട്ട് ആക്രമിക്കുക, അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക. പാകിസ്ഥാനിലെ ജനങ്ങൾക്കെതിരല്ല, പക്ഷേ പാകിസ്ഥാനിലെ ഭീകരതയ്ക്കെതിരാണ് നമ്മുടെ രാജ്യം. ഓക്കെ, ഇതിൽ സുജയ പറഞ്ഞതിൽ ഒരൊറ്റ കാര്യം കൂടി കൂടിച്ചേർത്ത് അവസാനിപ്പിക്കാം. തുടർച്ചയായിട്ട് പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചുകൊണ്ട് ഷെല്ലാക്രമണം നടത്തുന്നുണ്ടല്ലോ. ഇപ്പോൾ മെയ് 2-ാം തീയതി ചേർന്ന അവിടുത്തെ കോപ്സ് കമാൻഡേഴ്സിൻ്റെ കോൺഫറൻസിൽ ഒരു പ്രധാനപ്പെട്ട വിശദീകരണം വന്നു. ഇങ്ങനെ തുടർച്ചയായിട്ട് വെടിപൊട്ടിച്ചാൽ നമുക്ക് 4 ദിവസത്തിനപ്പുറം ഇന്ത്യയെ തിരിച്ചു വെടിവെക്കാനുള്ള യുദ്ധ ഉപകരണങ്ങൾ ഇന്ത്യയുടെ കയ്യിലില്ല എന്ന വസ്തുത മനസ്സിലാക്കണം എന്നൊരു ഫാക്ട് ഫൈൻഡിങ് കൂടി അവിടെ നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ മീഡിയയാണ് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ സംഭവം ശരിയാണ്. ഉക്രൈനുമായിട്ടുള്ള കരാർ ഉള്ളതുകൊണ്ട് ഉക്രൈന് കുറച്ച് ആയുധങ്ങൾ കൊടുത്ത് പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറിൽ ഉണ്ടായിരുന്ന ആയുധങ്ങളുടെ ഒരു കംപ്ലീറ്റ് യൂണിറ്റും അവിടേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. ഇപ്പോൾ പാകിസ്ഥാൻ ഡിഫൻസിൻ്റെ പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറിയിൽ കാര്യമായി ഉപകരണങ്ങൾ നിർമ്മിക്കുന്നില്ല. 4 ദിവസം മാത്രമാണ് ഇന്ത്യയുമായിട്ട് തുറന്ന യുദ്ധമുണ്ടായാൽ പാകിസ്ഥാനെ പിടിച്ചു നിൽക്കാൻ കഴിയൂ. അതാണ് ആയുധത്തിൻ്റെ കണക്ക് നമ്മളോട് പറയുന്നത്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, പഴുതടച്ച നീക്കമോ എന്നുള്ളതായിരുന്നു ചോദ്യം. പഴുതടച്ച നീക്കമാണെന്ന് 3 പേരുടെയും അഭിപ്രായം. Meet the editors.